ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മാംഗോ ഹൽവയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാംഗോ പ്യൂരി 1/2 കപ്പ്, പഞ്ചസാര 1 കപ്പ്, കോൺഫ്ലവർ 1/2 കപ്പ്, കാഷ്യൂനട്ട് കുറച്ച്, വെള്ളം 1 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ, എള്ള് കുറച്ച്. ഞാനിവിടെ 1 കപ്പ് മാംഗോ പ്യൂരി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തേക്കുന്നതാണ്. അതിവിടെ മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് കോൺഫ്ലവറാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച്, നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി വെക്കണം. ഇത് കട്ടയൊന്നുമില്ല, നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ മാംഗോ പ്യൂരി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല. നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനിയും കൈ ഇളക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. നിങ്ങൾക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്താലും മതി. ഇങ്ങനെ വശത്തു നല്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് മതി. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഇപ്പം ഇത് പാത്രത്തിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ഒന്ന് വിട്ട് വരാനുണ്ട്. സമയത്ത് നമ്മളൊരു ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒന്ന് പുരട്ടി വെക്കണം. ഇപ്പം നല്ല മാങ്ങയുടെ മണമാണ് ഇവിടെ. ഇനി നമുക്കിതിലേക്ക് എള്ളുണ്ടെങ്കിൽ എള്ള് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കാഷ്യൂനട്ടും ബദാമും. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കുക. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ഉണ്ട്, ഇങ്ങനെ നന്നായിട്ട് വിട്ട് വന്നു. ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക്
ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഹൽവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നെയ്യ് എടുത്ത സ്പൂണും കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്താൽ മതി. ഇനി ഇത് തണുക്കാൻ വേണ്ടി വെക്കണം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. നമ്മുടെ മാംഗോ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മറിച്ചിടാം. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മുറിക്കാം. നല്ല സോഫ്റ്റാണ്. 2 മണിക്കൂർ വെച്ചാൽ മതി. നോർമൽ ടെമ്പറേച്ചർ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.